പലടാ. ദിവസം കഴിയുന്തോറും തേങ്ങയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞാണല്ലോ വരുന്നത്. എന്തു പറ്റി? എന്നാ ഞാൻ നാളെ ഒരു ലോഡ് തേങ്ങ കൊണ്ടുവരാം. എന്താ പൈസ വേഗം താ സാറേ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ഈ ജമാൽ ഇവിടെ പോയി? സിനിമ ഇപ്പൊ തുടങ്ങുമല്ലോ. അവൻ ഏതെങ്കിലും തെങ്ങിന്റെ മുകളിൽ കാണും. ആട്ടെ, ഇന്ന് ഏത് സിനിമയ്ക്കാ പോകുന്നത്? അടിപൊളി സിനിമയാ, മുംബൈ. മുംബൈയോ? ഓ, ചോട്ടാ മുംബൈ. ബാലട്ടാ, നല്ല മൂത്ത തേങ്ങ. മൂപ്പൽപ്പം കുറവാ. നീ നേരത്തെ എത്തിയോ? ഇന്ന് കളക്ഷൻ എങ്ങനെ? കുറവാടാ, 2 ഉള്ളൂ. എല്ലാം ഇളനീരാ. പൈസ. ബാലട്ടൻ വരുന്നോ സിനിമയ്ക്ക്? സിനിമക്കില്ല മക്കളെ. ഷക്കീല് പോയി പിന്നെ സിനിമ കാണാൻ മൂടില്ല. അതെ, ബ്രോക്കർ അയ്മൂട്ടി തന്നെ. എന്ത് ഒളിച്ചോട് പോയെന്നോ? നല്ല കാര്യം. അതാ പറയുന്നത്, മക്കളെ പട്ടിയെ പോലെ വളർത്തിയാൽ അവസാനം ഗതി ഇതായിരിക്കും. കേരളം വിടുന്നതിന് മുമ്പ് എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ചു പറ, ഒളിച്ചോട്ടം തടയാൻ അടുത്ത മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സമരജാഥ നടത്താൻ ബ്രോക്കർമാർ തീരുമാനിച്ചിട്ടുണ്ട്. ഹലോ ഹലോ, ആ റേഞ്ചും പോയല്ല. അയ്മുട്ടിക്ക, സുഖം തന്നെയാ? സുഖവിവരൊക്കെ അന്വേഷിക്കാൻ നീ ആരാടാ? മുഖ്യമന്ത്രിയാ? സിനിമ കഴിഞ്ഞു വരുന്ന വഴിയായിരിക്കും അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? അത് പിന്നെ അങ്ങാടി പാട്ടല്ലേ, തേങ്ങ മൂട്ടിച്ച് സിനിമ കാണുന്ന ഒരേ ഒരു വ്യക്തി ജമാലാണെന്ന്. തമാശ വിടണ്ട അയ്മുട്ടിക്ക, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്ത് കാര്യം? കല്യാണക്കാര്യം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. കല്യാണക്കാര്യം തന്നെ, ഉമ്മാക്ക്. ഉമ്മാക്ക? ഈ എന്താണ് ഈ പറയണേ? ഓ, ഉമ്മാക്കല്ല, എനിക്ക് തന്നെ. ഉമ്മാക്കൊരേ നിർബന്ധം, എന്റെ കല്യാണം കഴിഞ്ഞ് കാണണമെന്ന്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ ഇപ്പൊ കല്യാണം വേണ്ട വേണ്ടെന്ന്. ഉമ്മാന്റെ ഒരു ആഗ്രഹമല്ലേ. അതുകൊണ്ട് നിങ്ങൾ നാളെ എന്റെ പുരക്ക് പോയി ഉമ്മാനെ കാണണം. പിന്നെ ഞാൻ അയച്ചതാണെന്ന് അവിടെ പറഞ്ഞേക്കരുത്. അപ്പൊ അതാണ് കാര്യം. ഞാൻ ഏറ്റു മോനെ. മോൻ ധൈര്യമായിട്ട് പോയിക്കോ. ഉമ്മയില്ലേ മോളെകത്ത്? ഇതാര്? അയ്മൂട്ടിയോ? ഈ വൈകിക്ക് ഓർമ്മയുണ്ടോ? ഇത് നല്ല ചോദ്യം. ആദ്യം നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം താ. ഈ വഴി മറക്കാനായിട്ട് ഞമ്മള് ദൂരനാട്ടിലൊന്നും അല്ലല്ലോ. ചില തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. അറിയാലോ ഇത്തായിക്ക് നമ്മുടെ പണീനെ പറ്റി. ചെക്കന് പെണ്ണിന് ഇഷ്ടപ്പെട്ട കാർണോർക്ക് പെണ്ണിന് ഇഷ്ടപ്പെടുന്നില്ല, കാർണോർക്ക് ഇഷ്ടപ്പെട്ട ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെണ്ണിന് കോങ്കണ്ണ്, കൈക്ക് സ്വാധീനക്കുറവ്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാ. എന്നിട്ടോ ചായയും കേടി നല്ലോണം കേറ്റു ചെയ്യും. ഇതിനു ചുറ്റും പറ്റം കരുതുന്ന ആര്? ഈ ഞാനും. അത് പോട്ടെ, ഇത്ത എന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ജമാൽ അങ്ങാടിന് ഇന്നലെ പറഞ്ഞതാ. ഉമ്മ അത്യാവശ്യമായി കാണാൻ പറഞ്ഞു. എന്താ കാര്യം? അവന് പിരാന്താണ്. ഏതായാലും അയ്മൂട്ടി വന്നത് നന്നായി. റസിയക്ക് 18 കഴിഞ്ഞു.
ദീനും ദുനിയാവുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവരണം. അറിയാലോ, ജമാലിന്റെ ഉപ്പ പോയ പിന്നെ ഇവിടെ എങ്ങനെയാ കഴിയണേന്ന്. കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റ് ചെറിയ വട്ടത്തിലൊരു കല്യാണം. അപ്പൊ ജമാലിന്റെ കല്യാണം ഇല്ലേ? കല്യാണല്ല, അവൻ അടിയാ കൊടുക്കേണ്ടത്. അറിയോ, ഈ പറമ്പില് ഒരൊറ്റ തേങ്ങ പോലും ഇല്ല, ഒക്കെ അവൻ പറിച്ചു വിറ്റു. ജമാലിനെ ബെടക്കാക്കുന്നത് ആ കായംകുളം ജബ്ബാറാ. ഇത്താ, ഇങ്ങളുടെ ഈ നല്ല മനസ്സ് പടച്ചോൻ കാണാണ്ടിരിക്കൂല. റസിയാക്കി ദുനിയാവിന്ന് എവിടെ നിന്നായാലും നല്ലൊരു ചെറുപ്പക്കാരനെ ഈ അയ്മൂട്ടി കൊണ്ടുവരും. അപ്പൊ ഞമ്മള് പോയി വരട്ടെ, ഇച്ചിരി തിരക്കുണ്ട്. ഒരു വെയില. എന്താ ഉമ്മ രാവിലത്തിന്റെ ഒരു കല്യാണ വിശേഷം? ആരുടെ കല്യാണം ഉമ്മ? നിന്റെ എന്താ? എടാ മോനെ, അയ്മൂട്ടി അയച്ചത് ആരാണെന്നും എന്തിനാണെന്നും ഉമ്മാക്ക് നല്ലോണം അറിയാം. തേങ്ങ വിറ്റ് സിനിമ കാണുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്നത്? അത്ര വേണ്ടായിരുന്നു. ഇവിടെ കല്യാണ പ്രായം തേഞ്ഞൊരു പെണ്ണുണ്ട്, അത് മറക്കണ്ട. റസിയയുടെ കല്യാണം കഴിഞ്ഞു മതി നിന്റെ കല്യാണം. മോനെ, പെണ്ണ് കെട്ടിയാ കാലി കെട്ടി, അത് നീ മറക്കണ്ട. ആ മോളവിടെ നിന്നേ. മോളിപ്പോ പഠിപ്പിൽ മാത്രം ശ്രദ്ധിക്ക്. കല്യാണ സമയമാകുമ്പോ മോളുടെ കല്യാണം ഈ ഇക്ക തന്നെ നടത്തി തരും. ഒരുപാട് സിനിമാടന്മാരൊക്കെ ഉണ്ടാവും. ഇക്കാക്ക് തേങ്ങ ഉണ്ടെങ്കിലല്ലേ എന്റെ കല്യാണം നടത്തി തരാൻ പറ്റൂ. ആക്കിയതാണല്ലേ. പോ പോ. നോക്കിയടാ ബ്ലേഡാ. ഇത് നമുക്കിട്ട് വെച്ചതാ. പറിക്ക്. ഒരു തേങ്ങ പോലും ബാക്കി ഇടാൻ പാടില്ല. പറിക്ക്, എല്ലാം പറിക്ക്. ഒന്നും വെച്ചേക്കണ്ട, എല്ലാം പറിക്ക്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന തെങ്ങ ഇത്. നോക്ക് സാർ, ഒരൊറ്റ തേങ്ങ പോലും ബാക്കിയില്ല. പഠിച്ച കള്ളന്മാരാ. നിറയെ ബ്ലേഡ് വെച്ചിട്ടും എല്ലാം എടുത്തു കളഞ്ഞല്ലേ അവര് കേറിയത്. നിങ്ങൾക്കാരെങ്കിലും സംശയമുണ്ട്? വേറെ ആര് സംശയിക്കാൻ സാറേ? ഇത് അവര് തന്നെ. ആര്? ജമാലും ജബ്ബാറും. പിന്നല്ലാതാര്? സംശയത്തിന്റെ പേരിൽ അവരെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ല. യാചിക്കാം. ആര്? നമ്മളെ രവിയല്ലേ ഈ പറഞ്ഞത്? എന്താ ഉമ്മ, സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എത്ര നാളായി എന്നെ കണ്ടിട്ട്? ഇങ്ങോട്ട് വരണമെന്ന് കുറേയായി ആഗ്രഹിക്കുന്നു. സമയം കിട്ടണ്ടേ? പിന്നെ ഞാൻ വന്നത് ജമാലിന്റെ കാര്യം പറയാനാ. ഇപ്പോ തന്നെ 4 പരാതിയാ ജമാലിന്റെ പേരിൽ. അതും തേങ്ങ മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ജമാലിന്റെ ഉപ്പയും ഞാനും തമ്മിലുള്ള ബന്ധം ഉമ്മാക്ക് അറിയാലോ. അതുകൊണ്ട് കേസൊന്നും ഞാൻ എടുത്തില്ല. അവൻ വന്നാ പറയണം. ഞാൻ പറഞ്ഞാലൊന്നും ഓൻ കേക്കില്ല. രവി തന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അതിന് അവനെന്റെ കൈ കിട്ടണ്ടേ? ആ, എന്നാ ഞാൻ വരട്ടെ. ഇപ്പൊ എവിടെയാ നോക്കുന്നത്? എവിടെ നോക്കാല്ലേ? മറ്റേ ആ ഇവിടെ തേങ്ങ അല്ലേ? ആ ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അതിലും നല്ല പോലെ. ഡാ, അതാരാ വരുന്നത് നോക്കിയേ? ഇവളെന്ത് കോളേജിൽ പോയില്ലേ? രണ്ടാള് സിനിമ കഴിഞ്ഞ് വരണതായിരിക്കും. സത്യം പറയാ, നമ്മളൊരു ജോലിക്ക് പോവുക. ജോലിക്ക് ഈ വേഷത്തിലാ? എന്തിനാ കളവ് പറയണ മക്കളെ? വെറുതെ സമയം കളയണ്ട. കല്യാണത്തിന് കൊറേ കാശ് വേണ്ടി വരും. അതിനല്ലേ മോളെ നിന്റെ ഉപ്പ മരക്കച്ചവടം ചെയ്യുന്നത്. എന്നെ സമയം കളയണ്ട, രണ്ടാള് വേഗം പോവാൻ നോക്ക്. നമ്മള് പൊക്കോളാ മോളെ.
മോനെ അവിടെ നിന്നേ. എന്താ? റസിയാക്ക് ഇന്നലെ നല്ലൊരു ആലോചന വന്ന്. ചെക്കൻ ദുബായിലാ. തരക്കേടില്ലാത്ത പണിയുണ്ട്. നമ്മുടെ അവസ്ഥ അവരറിഞ്ഞിട്ടും റസിയാനെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നീ ഒന്ന് ശരിക്കും അന്വേഷിക്ക്. ഉമ്മ ഒറ്റക്ക് പോയി അന്വേഷിച്ചാ മതി. എനിക്ക് ഇത്തിരി പണിയുണ്ട്. പോട്ടെ. ഈ പോവേണ. ഇവൻ എന്ത് പറ്റി? പോത്തിനോട് വേദം ഓതിയിട്ട് എന്ത് കാര്യണ്ട് റബ്ബേ? സമാധാനം പറഞ്ഞല്ലോ. കൈമുട്ടി, അവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് ഓടിക്കരുത്. നിക്കടാ, അവിടെ നിക്കടാ. എന്തിനാണ് നീ എന്നെ കണ്ട ഓടിയത്? ഞാൻ ഓടിയതല്ല, പിന്നെ ഞാൻ നടന്നതാ. ബ്രോക്കർമാർ ചില സമയങ്ങളിൽ നടക്കുന്നത് ഇങ്ങനെയാ. എന്തുണ്ട് സാർ വിശേഷം? അതൊക്കെ പോട്ട്. നീ എന്റെ അടുത്ത് പൈസ വാങ്ങുന്നതല്ലാതെ നീ ഇതുവരെ ഒരു ആലോചന കൊണ്ടുവന്ന? അതാണോ കാര്യം? നീയല്ലേ പറഞ്ഞത് ജോലി കിട്ടിയ കിളി പോലത്തെ പെണ്ണിനെ കൊണ്ടുതരാന്ന്? ഇപ്പൊ സർക്കാർ ജോലിയും കിട്ടി. സാറ് വിഷമിക്കണ്ട. സാറിന് കിളി പോലത്തെ പെണ്ണിനെ തന്നെ ഞാൻ കൊണ്ടുതരാം. ഈ ഫോട്ടോയിലേക്ക് നോക്കിയേ. ഇത് തിരക്കേടില്ല. പൈസ മാത്രം വാങ്ങാൻ പഠിച്ചവനല്ല ഈ ഐമൂട്ടി. വാക്ക് പാലിക്കുന്നവനാ. സാർ ഒരു 200 രൂപ ഇങ്ങടത്തെ. ഈ കിളിനെ ഞമ്മൾ ഏറ്റു. ഇതും ശരിയായില്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ സർക്കാർ ആശുപത്രിയിൽ വന്നു കണ്ടോ. എത്ര നാളാന്ന് വെച്ചാ ഒളിച്ചും പതിങ്ങി നടക്കുക. നമ്മുടെ സ്നേഹത്തെ പറ്റി ഇന്നലെ വാപ്പാനോട് പറഞ്ഞപ്പോ 100 വട്ടം ഇഷ്ടായി വാപ്പാക്ക്. അപ്പൊ നീ പാപ്പാനോടും പറഞ്ഞ? അതിനെന്താ? നിനക്കെന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലേ? മര്യാദക്ക് നല്ലൊരു ജോലി പോലും ഇല്ല. എനിക്കൊരു ജോലിയായി, പിന്നെ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു അടിപൊളി ഒരു കല്യാണം. എന്തു പറയുന്നു? അപ്പോഴേക്കും മൂക്കി പല്ല് മുളയ്ക്കും. ഇഷ്ടായില്ലാച്ച തുറന്നു പറഞ്ഞ പോരെ? ഇതാണ് പറയുന്നത് പെൺകുട്ടികൾക്ക് തീരെ വിവരമില്ലെന്ന്. എന്ത് ചെയ്യാ? ഇന്നലെ നീ നിന്റെ അളിയനെ വിരട്ടിയെന്ന് കേട്ടു. കൊല്ലേ വേണ്ട ആ പന്നിയെ. പിന്നെ എന്റെ പെങ്ങളെ ഓർത്താ 1.5 ലക്ഷം പലിശക്കെടുത്താ അവൾക്ക് സ്ത്രീധന പണം കൊടുത്തത്. ഇതുവരെ അതിന്റെ കടം പോലും തീർന്നിട്ടില്ല. എന്നിട്ട് എന്റെ പെങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. ക്ഷമിക്കടാ, എല്ലാം ശരിയാവും. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. അത് പോട്ടെ. നിന്റെ പെണ്ണിന്റെ വിഷയം എന്തായി? അവളിപ്പോ മതം കയറിയ ആനയെ പോലെയാ. എന്തു പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. വലിയ വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ, ആ സുഖങ്ങളൊക്കെ എന്റെ വീട്ടിൽ കിട്ടുമോ? അതവൾക്ക് മനസ്സിലാവുന്നില്ല. ഉമ്മ പറയും ഇന്നത്തെ ചോറ് ബാക്കിയായാൽ നാളെ ഇത് കഴിക്കുന്ന കുട്ടിയെ വേണം കെട്ടാനെന്ന്. ഒന്ന് നീ മനസ്സിലാക്കണം, സ്നേഹത്തിന്റെ മുന്നിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ല. അതങ്ങനെയാ. നാളെ ഞാൻ അയ്മൂട്ടിയെ നിന്റെ പുരയിലേക്ക് അയക്കാം. അയ്മൂട്ടി കാര്യങ്ങളൊക്കെ നിന്റെ ഉമ്മയെ സംസാരിക്കട്ടെ. ഇനി ഒന്നും ചിന്തിക്കാനില്ല. എന്തു പറയുന്നു? നല്ലവണ്ണം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണോ? കൊക്കിന് ഒതുങ്ങുന്നതേ കൊത്താവൂ. ആവേശത്തിന് ഭൂമി പോലും പിടിച്ചു കൊടുക്കാൻ തോന്നും, പിന്നെ തളരും. അതുപോലെ തന്നെയാ മോനെ കല്യാണവും. 2 കഴിച്ചവനായി ഞാൻ. ആ പരിചയം കൊണ്ട് പറയുന്നതാ. പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും.
അനുഭവിക്കേണ്ടത് ഒറ്റക്കാ. അത് നീ മറക്കണ്ട. പെങ്ങളെ കെട്ടിച്ച് വിട്ടിട്ട് പോരെ മോനെ നിന്റെ കല്യാണം. അതുവരെ നിനക്ക് ക്ഷമിച്ചൂടെ? ക്ഷമിക്കാഞ്ഞിട്ടല്ല അയ്മുട്ടിക്ക, അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താ അത് മതി നാട് കുട്ടിച്ചോറാക്കാൻ. അതുകൊണ്ട് അയ്മുട്ടിക്ക ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ഉമ്മായുടെ സമ്മതം വാങ്ങിക്കണം. അത് ഞമ്മളേറ്റ്. ഇതാ പറയുന്നു മോനെ, പെണ്ണെന്ന വർഗത്തെ വിശ്വസിക്കാൻ കൊള്ളൂലാന്ന്. ഒന്ന് ചിരിച്ചാ മതി, അപ്പ പറയും ഞമ്മക്ക് ഒളിച്ചോടാന്ന്. അയ്മൂട്ടിയല്ലേ പറഞ്ഞത്? എന്താ ഇപ്പൊ രാവിലെ തന്നെ? കാര്യങ്ങൾ ഇത്രയും ആയ സ്ഥിതിക്ക് ഇനി വെച്ച് നിട്ടണം. നിങ്ങളെ മോൻ ജമാലിന്റെ കല്യാണം. എന്താ നിങ്ങൾ പറയണത്? ആ മരക്കച്ചവടക്കാരൻ മൊയ്തീനാജിയുടെ മകളും നിങ്ങളുടെ മകൻ ജമാലും തമ്മില് മൊഹബത്തിലാണെന്ന്. അതായത് ഇഷ്ടത്തിലാണെന്ന്. എന്റെ റബ്ബേ, ഞാൻ എന്താണ് കേക്കണത്? കണക്ക് കൂട്ടി നോക്കിയാൽ ലാഭം നമുക്കേ ഉള്ളൂ. പെണ്ണിന്റെ വീട്ടുകാര് ജമാലിന് വിസ ശരിയായി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജമാല് കര കയറിയാല് റസിയാന്റെ കല്യാണം ഞമ്മക്ക് ഉഷാറാക്കി നടത്താം. എന്ത് പറയുന്നു? എന്ത് പറയാൻ? 10 മാസം ചുവന്ന് പ്രസവിച്ചു എന്ന് പറയാൻ മാത്രം ഉമ്മയ്ക്ക് അവകാശം. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവൻ തന്നെയാ. ഞമ്മളിറങ്ങുന്നു. ഇനി 2-3 വീടുകൾ കൂടി കയറി ഇറങ്ങണം. എന്നാലേ അയ്മൂട്ടിന്റെ ദിവസം കംപ്ലീറ്റ് ആവൂ. കല്യാണം വിളിയോ? എന്റെ പൊന്നുമോൻ, ഒരു കുപ്പി വിഷം വാങ്ങിച്ചു തന്നൂടെ ഞങ്ങക്ക്? മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല ഒന്നും. നീ ഞങ്ങളെക്കാ വളർന്നില്ലേ? മരക്കാരൻ മൊയ്തുന്റെ മോളെ തന്നെ വേണോ നിനക്ക് കല്യാണം കഴിക്കാൻ? വേറൊരു പെണ്ണിനെ നിനക്ക് കിട്ടിയില്ലേ? ഒരു തെറ്റും ചെയ്യാതെ നിന്റെ ഉപ്പാനെ 6 മാസം ജയിലിൽ അടച്ചവനാ മരക്കാരൻ മൊയ്തീൻ. നിനക്കറിയോ അത്? എങ്ങനെ മനസ്സിലാവാൻ? ഒരു പെണ്ണ് ചിരിച്ചപ്പോ എല്ലാം മറന്നില്ലേ? ഞാൻ ഒരുപാട് സന്തോഷിച്ചു എന്റെ മകനൊരാണായി കാണാൻ. എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ നീ? മരക്കാരൻ മൊയ്തീനെയല്ല ഞാൻ സ്നേഹിച്ചത്, അയാളുടെ മകളെയാ. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചാ ലോകം അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെ അവസാനിക്കുന്നതാണെങ്കിൽ അവസാനിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മരക്കാരൻ മൊയ്തീന്റെ മകളെ തന്നെയായിരിക്കും. അതാരെതിർത്താലും എനിക്കൊരു ചുക്കുമില്ല. എന്റെ റബ്ബേ, ഇവനെ കാത്തോണേ. ഇത്രയായ സ്ഥിതിക്ക് പെട്ടെന്ന് നിക്കാഹ് നടത്തുന്നതാണ് ശരി. എന്തു പറയുന്നത്? അതാണ് അതിന്റെ ശരി. സമയം കഴിഞ്ഞാ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. ജമാലിനെ ഞമ്മക്കറിയാം, ഒന്നല്ല ചെക്കനാ. പക്ഷേ ജമാലിന്റെ ബാപ്പ മരിക്കാനുള്ള കാരണം ഈ മഴക്കാരൻ മൊയ്തീനാജിയാണെന്ന് എല്ലാരും പറയുന്നു. ആട്ടെ, ഓന്റെ ഉമ്മാക്ക് സമ്മതാണാ? ഉമ്മാക്ക് 100 വട്ടം സമ്മതമാ. എന്നാ ഒരു നല്ല ദിവസം നോക്കി നിക്കാഹ് നടത്താ. എന്ത് പറയുന്നു? മോദിരിക്ക. അപ്പൊ ഞമ്മൾ പോയി വരാം. എന്നാ ശരി. കമ്മീഷൻ തരാൻ മറക്കല്ലേ മോളെ. ഉം. ഏ. ഉമ്മ, ഞാൻ കോളേജിൽ പോയിട്ട് വരാം. അവിടെ നിന്നേ മോളെ. ഇക്കാന്റെ കല്യാണം ഉഷാറായിട്ട് തന്നെ നടത്തണം. ആ ബാലേട്ടന്റെ വീട്ടിൽ കയറി എല്ലാരെയും ക്ഷണിക്കണം. പിന്നെ മോളെ, എന്റെ കൂട്ടുകാരെ വിളിക്കണേ. ശരി ഉമ്മ, ഒപ്പനക്കാരുണ്ടാവും കേട്ടോ.
മോളെ സുറുമ മറക്കാണ്ട് വാങ്ങണേ. ഇക്ക എന്താ ഇത്? നിനക്ക് എന്നോട് ദേഷ്യായിരിക്കും അല്ലേ? എന്തിന്? എനിക്കൊരു ദേഷ്യമില്ല. ഇക്കാന്റെ കല്യാണത്തിന് ഉമ്മക്ക് ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഉമ്മയാ. അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഉമ്മ എന്തൊക്കെയോ പറഞ്ഞേ ഉള്ളൂ. എന്റെ മനസ്സിൽ നീയും ഉമ്മയും കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവർക്കുള്ള സ്ഥാനം. മോളുടെ കല്യാണം ഈ ഇക്കയുടെ പൈസ കൊണ്ട് ഉഷാറായി നടത്തും. നമ്മൾക്ക് നമ്മളേ ഉള്ളൂ. ആ മോളെ, കൂട്ടുകാരികളൊക്കെ വിളിക്കണം. എന്നാ ഇത് വെച്ചോളൂ. വളയും കൺമഷയും ഒക്കെ വാങ്ങിച്ചോളൂ. ഇന്ന് നേരത്തെ വരണം. ഉം. മോനെ, സ്നേഹിച്ച പെണ്ണിനെ തന്നെ നീ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ശാപം തലയിലേറ്റേണ്ടി വരും. നിന്റെ ഉപ്പ നിന്റെ പേരിൽ കുറച്ച് സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട്. അതില് കുറച്ച് നമുക്ക് വിൽക്കാം. കൊറേ പൈസ വേണ്ടി വരില്ലേ കല്യാണത്തിന്? ഉമ്മ എന്നോട് പൊറുക്കണോ ഉമ്മ? ഇതെന്താ കരയാ? സന്തോഷിക്കല്ലേ വേണ്ടേ? ഇതാര് ജമാലോ? പോലീസിന്റെ വീട്ടില് കള്ളനോ? ഇത് നല്ല തമാശ. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. നീ വിളിച്ചിട്ടില്ലെങ്കിലും ഞാൻ എവിടെ തേങ്ങ മോഷണമൊക്കെ നിർത്തിയോ? അതൊക്കെ ജീവിതത്തിൽ ഓർക്കാനുള്ള തമാശയല്ലേ. ഇനി അതൊന്നും ഉണ്ടാവില്ല. നിന്റെ വാപ്പയുടെ ജീവിതം മാർഗമാക്കിയാ മതി. ആ നല്ല മനുഷ്യന്റെ പേര് കളയാൻ പാടില്ല. ഇനി തമാശക്ക് നിർത്തി ജീവിതത്തിലേക്ക് കടക്കും. എന്നാ ശരി, നേരത്തെ വീട്ടിലെത്തണം. ഞാൻ പൊക്കോട്ടെ. കസേര, പന്തൽ 3000 രൂപ, ഭക്ഷണ ചെലവ് 10,000 രൂപ, വണ്ടിക്കൂലി 2000 രൂപ. എന്റെ അള്ളോ, സാധനങ്ങൾക്ക് എന്താ വില! ഓ, ഇതാ ചായ. ആഹാ, അപ്പൊ ചായ കൂട്ടാനൊക്കെ അറിയാം. ആട്ടെ, വീടൊക്കെ ഇഷ്ടായോ? ഉം. അയമുട്ടിക്കല്ലേ വരുന്നത്? ഇയാളെന്താ ഇപ്പൊ രാവിലെ തന്നെ? വാലൈക്കും അസ്സലാം. പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? അത് നമ്മുടെ ഒരു ശീല. കച്ചവടം വിജയിച്ചാ ഞമ്മള് കുപ്പായം മാറ്റും. ആട്ടെ, ഏത് കച്ചവടം വിജയിച്ചേ? അറിയില്ലേ, ഇന്റെ കല്യാണം. അയമുട്ടിക്ക, സത്യം പറയാലോ, ആകെ സ്ത്രീധനമായി കിട്ടിയത് 1,00,000 രൂപയാ. ഇപ്പൊ ഇതാ 200 രൂപ 50 പൈസയാ ആകെ ബാക്കിയുള്ളത്. അതൊക്കെ ഈ വെറുതെ പറയുന്നില്ലേ മോനെ. കാര്യം കഴിഞ്ഞാ പുറംകാലോട് തട്ടിക്കളയല്ലേ മോനെ. 2 കെട്ടിയോളും 4 കുട്ടികളും ഉള്ളതാ. എനിക്കൊരു 5000 രൂപയെങ്കിലും വേണം. എനക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നോ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ എന്റെ കയ്യിൽ ആകെ 200 രൂപ 50 പൈസയേ ഉള്ളൂ. 200 എങ്കിൽ 200. ഈ 50 പൈസ നീ നിന്റെ ഭാര്യക്ക് ഐസ് വാങ്ങിച്ചു കൊടുക്കും. ഇതാടാ പറയുന്നത് ഒരുത്തരും നന്ദിയില്ലാന്ന്. കാര്യം കഴിഞ്ഞ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാ. അല്ലാണ്ട് എന്നെ നിറഞ്ഞു മോനെ. ജമാലെ, ഈ തുണ്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങണം. പുതിയ പെണ്ണ് വീട്ടിലുള്ളതല്ലേ. പിന്നെ ആ കണ്ണേട്ടനോട് ദിവസം പാല് കൊണ്ടുവരാൻ പറയണം. ശരി.
ബാലേട്ടാ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ നോക്കിയേ. ഇതിലൊരു സാധനം മാത്രം ഇവിടെ ഉണ്ട്, പപ്പടം. ബാക്കിയൊക്കെ ടൗണിൽ പോയി വാങ്ങണം. ചുരുങ്ങിയത് ഒരു 500 രൂപയെങ്കിലും ആവും. 500 രൂപയോ? ആ ഇങ്ങ് താ. ഇവനോട് കാരാ പറഞ്ഞേ കല്യാണം കഴിക്കാൻ? മോട്ടിച്ച തേങ്ങകൾ വിറ്റ് സിനിമയും കണ്ട് നടന്നാ പോരെ? ദിവസം കഴിയുന്തോറും ചെലവ് കൂടി കൂടി വരിക. എനിക്കെന്തോ ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഞാൻ പറയുന്നതുകൊണ്ട് എനിക്ക് ദേഷ്യം തോന്നരുത്. ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് പറയുക. സൈക്കിൾ ഞാനല്ല, കാഞ്ഞങ്ങാട് കടപ്പുറത്ത് രാവിലെ നീ പോയി മീൻ വാങ്ങുന്നു, എന്നിട്ട് ഇവിടുത്തെ അങ്ങാടികളിൽ വിൽക്കുന്നു. ദിവസം എനിക്ക് 200 രൂപ സമ്പാദിക്കാം. എന്താ, എന്തു പറയുന്നു? മീൻ വിൽക്കാനോ? അയ്യേ, ഞാനില്ല. വേറെ എന്തെങ്കിലും പണി പറ. എന്തായാലും തേങ്ങ മോഷിച്ച് വിൽക്കുന്നതിനേക്കാളും എത്രയോ നല്ല പണിയാണ്. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു. ഇതൊരു കൈ നോക്കാം. എന്തേ? നോക്കാമെന്നല്ല, നോക്കണം. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്തിനും നിന്റെ കൂടെ നിൽക്കുന്നവരാ ഞാൻ. ഇതിനും നിന്റെ ഒപ്പം ഞാനുണ്ടാകും. ചാള, അയില, മത്തി, കക്ക, മീൻ വേണോ? ജമാലിക, എന്താടാ? മോഹൻലാലിന്റെ പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇക്ക വരുന്നോ? ജീവിക്കാൻ പോലും വിടില്ല അല്ലേടാ മോനെ. പെണ്ണ് കെട്ടിയ കാല് കെട്ടിയടാ മോനെ.